നമ്മുടെ നാട് മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാണ്. നമ്മുടെ നാട് മുഴുവനും യുദ്ധക്കെടുതിയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, അള്ളാഹു ഹിബ നൽകുമാറാവട്ടെ. പല സ്ഥലങ്ങളിലും നമ്മുടെ ഇറാന്റെ യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഉസ്താദേ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ എത്രയോ പേര് ഗ്യാസ് കിട്ടാതായപ്പോ ഇപ്പൊ എല്ലാവരും പറയണ എന്താ, എങ്ങനെയെങ്കിലും യുദ്ധം തീർന്നാൽ മതി, എങ്ങനെയെങ്കിലും യുദ്ധം തീർന്നാൽ മതി. ഗ്യാസ് ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മളൊക്കെ പറഞ്ഞെന്താ, നമുക്കൊരു കുഴപ്പമില്ല, ഇറാനി യുദ്ധം നടന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല, അതൊക്കെ പരിഹരിക്കുമല്ലോ, നമുക്ക് പ്രയാസമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞവരാ ഞാനും നിങ്ങളും എല്ലാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ആ ഒരു സമുദ്രം വഴി ഗ്യാസ് ഇങ്ങോട്ട് നമുക്ക് എത്താത്തൊരവസ്ഥ വന്നപ്പോ, അതിനൊരു ക്ഷാമം വന്നപ്പോ നമ്മളെല്ലാവരും പറയണതാ, പടച്ചോനെ എങ്ങനെയെങ്കിലും യുദ്ധം തീർന്നാൽ മതിയായിരുന്നു അല്ലാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റമളാൻ തൗബയിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. തൗബയുടെ നിബന്ധന എന്താ? തൗബയുടെ നിബന്ധന എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, തൗബ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, തൗബയ്ക്ക് 4 നിബന്ധനകളുണ്ട് ഉമ്മമാരെ, 4 നിബന്ധനകളുണ്ട് വാപ്പമാരെ. തൗബ ചെയ്യുമ്പോ ഈ ഒരു 4 കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ എന്നെ പ്രിയമുള്ളവരെ ഇല്ലെങ്കിൽ അത് വല്ലാതെ അദാബാണ് വാപ്പാ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, തൗബ ചെയ്യുമ്പോ പടച്ചവനെ ആദ്യത്തെ നിബന്ധന ഏതെന്നറിയോ? ചെയ്യേണ്ട തെറ്റുണ്ടല്ലോ, തൗബ ചെയ്യുമ്പോ അവൻ ആദ്യമേ കൊണ്ടുവരുന്ന നിബന്ധന എന്ന് പറയുന്നത് അത് ഖേദമാണ് വാപ്പാ. തൗബ ചെയ്യുമ്പോ അവൻ ജീവിതത്തിൽ ആദ്യമേ കൊണ്ടുവരേണ്ട ഒരു നിബന്ധന ഖേദം പ്രകടിപ്പിക്കൽ. അല്ലാഹുവേ പടച്ചവനെ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ അല്ലാ. ഒരാൾ കള്ള് കുടിച്ചു പോയി, ഓൻ തൗബ ചെയ്യാൻ പോവാ. തൗബ ചെയ്യുമ്പോ ഓൻ ആദ്യമേ വെക്കണ നിബന്ധന ഒരു ഖേദം, ഒരു സങ്കടം എന്റെ പ്രിയപ്പെട്ടവരെ വേണം. അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറഞ്ഞത്, ദുആ ചെയ്യുമ്പോ കരയാൻ കഴിയണം, ദുആ ചെയ്യുമ്പോ കരയാൻ കഴിയണം. കരയാൻ കഴിയാത്തവരാണെങ്കിൽ അഭിനയിക്കണമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം ഒരു ഖേദമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കൂ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കുമാറാവട്ടെ. 2 മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, തൗബ ചെയ്യുമ്പോ രണ്ടാമത്തെ നിബന്ധന ഏതാ? പടച്ചവനെ ഒരു കള്ള് കുടിക്കുന്നവനതാ തൗബ ചെയ്യുകയാ. അവൻ തൗബ ചെയ്യുമ്പോ ദുആ ചെയ്യുമ്പോ രണ്ടാമത്തെ നിബന്ധനയുണ്ടല്ലോ, ഏതെന്നറിയോ? നാദാ ആ തെറ്റ് ഞാൻ നിർത്തുകയാണ് അല്ലാ. പടച്ചവനെ ഞാനൊരു കള്ളു കുടിക്കുന്നവനാ, പടച്ചവനെ ഞാൻ തൗബ ചെയ്യാൻ പോകുമ്പോ ഞാൻ പറയേണ്ടത് എന്താ? പടച്ചവനെ എനിക്ക് ഖേദമുണ്ട് റഹ്മാനെ, കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യണം. 2 ആ തെറ്റ് നിർത്തിയിട്ട് വേണം. ഇപ്പൊ ഒരാള് കള്ളു കുടിക്കുന്നവരാ, അവരാ കള്ള് പരിപൂർണമായി നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് ആ പരിശുദ്ധമായ തൗബ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്. 3ാമത്തേത് ഏതാ? പടച്ചവനെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, തൗബ ചെയ്യുമ്പോ 3ാമത്തെ നിബന്ധന ഏതാ? പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആരെങ്കിലും ഒരാള് തൗബ ചെയ്യുമ്പോ അവന്റെ 3ാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഏതെന്നറിയോ? ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല അല്ലാ, അറിയാതെ കള്ളു കുടിച്ചു പോയി അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, അറിയാതെ ചെയ്തു പോയതാണ് അല്ലാ, നീ അല്ലാതെ ആരാ പൊറുക്കുന്നത്? നിന്നോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവരാരാ? അവരെ തൗബയുണ്ടല്ലോ അല്ലാഹു സ്വീകരിക്കുന്നതാ. അവരുടെ തൗബ
അള്ളാഹു എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുന്നത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 4 മനുഷ്യന്മാരുടെ അവകാശമാണെങ്കിൽ അത് തിരിച്ചു നൽകണം. തൗബ എന്നവന്റെ 4ാമത്തെ നിബന്ധന മനുഷ്യരുടെ അവകാശമാണെങ്കിൽ ഒരാളുടെ ഇന്ന് പൈസ മേടിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് നമ്മൾ തൗബ ചെയ്യുമ്പോ അവരോട് ചെന്ന് പറഞ്ഞ് അവര് പുറത്തു തരാതെ നമ്മുടെ പാപം തീയൂല, അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.